പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിൻ്റെ ഭാഗമായി 110 kV ഭൂഗർഭ കേബിളുകൾ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായുള്ള സംയുക്ത അവലോകന യോഗം ചേർന്നു. പുനലൂർ പവർ ഹൗസ് ജംഗ്ഷനിലെ KSEBയുടെ ഡിവിഷൻ ഓഫീസിൽ വച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. BSNL, വാട്ടർ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, കൗൺസിലർമാർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, റെയിൽവേ അധികൃതർ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, സെൻഗുരിറ്റി സ്കൂൾ അധികൃതർ, KSEB ഉദ്യോഗസ്ഥർ, പുനലൂർ ട്രാൻസ്മിഷൻ അധികൃതർ എന്നിവരെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് യോഗം സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ 9 പ്രവൃത്തികൾ ആരംഭിക്കും. അല്ല, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അറിയിച്ചേ ചെയ്യുള്ളൂ. അറിയിക്കാൻ ചെയ്തിട്ടുണ്ട് കോൾ ബിഫോർ യു ഡിഗ്. അപ്പോൾ അത് 48 hours മുമ്പ് ഞങ്ങൾ ഓരോ സൈറ്റും ഞങ്ങൾ കോൾ ബിഫോർ യു ഡിഗിനകത്ത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് കോൺട്രാക്ടർ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇൻഫോംഡ് ആയിരിക്കും, ഏത് ഏരിയയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫോംഡ് ആണ്. അപ്പോൾ എല്ലാ യൂട്ടിലിറ്റിയും ഇൻഫോംഡ് ആയിരിക്കും. അതുകൊണ്ട് ഈ നെറ്റ്വർക്കുകാരെല്ലാവരും ഞങ്ങളുടെ തടസ്സങ്ങളില്ല. ഭൂഗർഭ കേബിളുകൾ സ്ഥാപിക്കുന്നതും അനുബന്ധമായുള്ള പ്രവർത്തനങ്ങളെയും പറ്റി പുനലൂർ ട്രാൻസ്മിഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബൈജു തോമസ് യോഗത്തിൽ വിശദീകരിച്ചു. ഭൂഗർഭ കേബിളുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് പരിഹരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. പുനലൂർ ഇലക്ട്രിക്കൽ ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് കുമാർ പദ്ധതിക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. പുനലൂർ നഗരസഭാ ഉപാധ്യക്ഷൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ നഗരസഭയുടെ പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ പിള്ള ഭൂഗർഭ കേബിളുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി പാതകൾ കുഴിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിൻ്റെയും കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെയും പുനലൂർ നഗരസഭയുടെയും അനുമതി ഇതിനോടകം KSEBക്ക് ലഭിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ പുനലൂർ ട്രാക്ഷൻ സബ്സ്റ്റേഷന് വേണ്ടി 110 kVയിലെ സപ്ലൈ കൊടുക്കുവാനായിട്ട് ബന്ധപ്പെട്ട വർക്കുമായിട്ട്, കേബിൾ ലേയിങ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും റെസിഡൻസ് അസോസിയേഷനും വ്യാപാരി വ്യവസായികളും ബാക്കിയുള്ള ഓർഗനൈസേഷൻസിൻ്റെ എല്ലാം ഒരു സംയുക്ത യോഗമാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വിളിച്ചു കൂട്ടിയത്. നമുക്ക് കേബിൾ ലേയിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻസ് എല്ലാം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച 9 വർക്ക് സ്റ്റാർട്ട് ചെയ്യത്തക്ക രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് HDD മെത്തേഡിലാണ് ഈ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 കിലോമീറ്ററോളം ഉണ്ട് ഈ കേബിൾ ഇടേണ്ട ദൂരം. അത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേബിൾ പൈപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ കേബിൾ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് നമ്മൾ 4 മാസം പ്രതീക്ഷിക്കുന്നു. അതിനകത്ത് വർക്ക് തീർക്കണമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വർക്ക് അവാർഡാണ്, ടേൺ ഗേജിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വർക്ക് ചെയ്യുന്നവർ തന്നെയായിരിക്കും അതിൻ്റെ എല്ലാ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വ്യാപാരി വ്യവസായികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ബാക്കിയുള്ള യൂട്ടിലിറ്റീസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുവാനും തടസ്സം കൂടാതെ ഈ വർക്ക് സമയബന്ധിതമായി തീർക്കുവാനും വേണ്ടി എല്ലാവരുടെയും സഹകരണത്തിനെ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ മീറ്റിംഗ് ഇവിടെ വിളിച്ചു ചേർത്തത്. അതിൽ പങ്കെടുത്ത എല്ലാവരും അവരുടേതായുള്ള കൺസേൺസ് ഷെയർ ചെയ്യുകയും എങ്ങനെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അത് പ്രകാരം തീരുമാനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വർക്ക് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പൈപ്പ് ആദ്യം ഇട്ടതിന് ശേഷം കേബിള് വരുന്ന മുറയ്ക്ക് കേബിള് വിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ജനുവരിയോട് കൂടി ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്നെടുത്ത തീരുമാനങ്ങളും. എല്ലാവരുടെയും കൺസേൺസ് ഷെയർ ചെയ്ത് അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. എല്ലാവരുടെയും സഹകരണം അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സമയബന്ധിതമായിട്ട് തന്നെ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇടയാകും. അതിനായിട്ട് എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കും. റെയിൽവേ ട്രാക്ഷൻ സബ്സ്റ്റേഷനിൽ നിന്നുമാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പാത കുഴിക്കാനായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തേണ്ടി വരും. ഇതേപ്പറ്റി സമഗ്രമായി ആലോചിക്കാനാണ് സംയുക്ത യോഗം ചേർന്നത്. റെയിൽവേ സബ്സ്റ്റേഷനിൽ നിന്നും KSEB സബ്സ്റ്റേഷൻ വരെ 2.7 കിലോമീറ്റർ ദൂരത്തിലാണ് കേബിളുകൾ സ്ഥാപിക്കാനുള്ളത്. 14 കോടി രൂപയാണ് പദ്ധതി തുക. 4 മാസത്തിനുള്ളിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശം.
പുനലൂർ ചെങ്കോട്ടപ്പാതയിൽ വൈദ്യുതയാത്ര വണ്ടികൾ ഓടിക്കുന്നതിനു വേണ്ടിയാണ് റെയിൽവേ പുനലൂരിൽ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ നിർമ്മിച്ചത്. സബ്സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ട് 1.5 വർഷം പിന്നിടുന്നു. KSEBയും റെയിൽവേയും തമ്മിലുള്ള ശീതസമരം കാരണം തുടർ പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി നീളുകയായിരുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.